Good morning. Good morning, all of you. Hello, Nishida. Good morning. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ അടുത്ത ഭാഗം, ദറ്റ് ഈസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ? മറ്റു കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അപ്പോൾ നമുക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2017 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സി എ ഫോട്ടോൺ ഹാസ് എ വേവ് ലെങ്ത് ഓഫ് 3.5 ആങ്സ്ട്രോം. ഇത് ആങ്സ്ട്രോം ആണ്. ആങ്സ്ട്രോം A0. ഓക്കെ, ആങ്സ്ട്രോം. കാൽക്കുലേറ്റ് ഇറ്റ്സ് മാസ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് മാസ്. ഒരു ഫോട്ടോണിന്റെ വേവ് ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? 3.5 ആങ്സ്ട്രോം ആണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് മാസ്. അതിന്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഭാഗത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്താണെന്നുള്ള കാര്യം നോക്കാം. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അക്കോർഡിംഗ് ടു ഡെബ്രോഗ്ലി എന്ന് നമ്മൾ പറയുമെങ്കിലും വായിക്കുന്നത് എങ്ങനെയാണ്? ഡെബ്രോയ് എന്നാണ് വായിക്കുക. സോ അപ്പോൾ എനിവേ, അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, the matter also have two nature. മാറ്ററിനും എന്തുണ്ട്? രണ്ട് സ്വഭാവമുണ്ട്. മാറ്റർ ഓൾസോ ഹാവ് ടു നേച്ചർ. ദ ഫസ്റ്റ് വൺ ഇസ് എ പാർട്ടിക്കിൾ നേച്ചർ. ഒന്നാമത്തെ എന്താണ്? അതൊരു കണികാ രൂപത്തിലാണ് പോകുന്നത്. രണ്ടാമത്തത് പാർട്ടിക്കിൾ നേച്ചർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എ വേവ് നേച്ചർ. ഒന്നാമത്തത് പാർട്ടിക്കിൾ നേച്ചർ ആണ്, രണ്ടാമത്തെ എന്താണ്? വേവ് നേച്ചർ ആണ്. അപ്പോൾ മാറ്ററിനും രണ്ട് നേച്ചർ ഉണ്ട്. നേരത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് രണ്ട് നേച്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ മാറ്റർ ഓൾസോ ഹാവ് ടു നേച്ചർ, പാർട്ടിക്കിൾ നേച്ചർ ആസ് വെൽ ആസ് വേവ് നേച്ചർ. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, the matter also have two nature, particle nature as well as wave nature. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ. മാറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, എല്ലാ വസ്തുക്കളെയും നമ്മൾ മാറ്റർ എന്ന് പറയും. അത് നിർമ്മിച്ചിട്ടുള്ളത് എന്താണ്? ആറ്റം കൊണ്ടാണ്. അപ്പൊ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ നടുവിൽ ന്യൂക്ലിയസ്, റൈറ്റ്? അതിനകത്ത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം, റൈറ്റ്? വൺ സെക്കൻഡ്. സോ ഇതാണ് ഒരു ആറ്റത്തിന്റെ രൂപം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ കണക്കിയിട്ടുള്ളത് എങ്ങനെയായിരുന്നു? നടുവിൽ ന്യൂക്ലിയസും അതേപോലെ ഷെല്ലിനകത്തൂടി, ഇതാണ് ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക, ഇതിനകത്തുകൂടി ഇലക്ട്രോൺസ് എങ്ങനെ സഞ്ചരിക്കുന്നു എന്നാണ് നമ്മൾ ഇതുവരെ കണക്കാക്കിയിരുന്നത്, അല്ലെങ്കിൽ ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം കണക്കാക്കിയിരുന്നത്. എന്നാൽ നമ്മളെ ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയാണ്,
ഇലക്ട്രോൺ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഇലക്ട്രോൺ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ അത് എങ്ങനെയായിട്ടാണ് പോകുന്നത്? അത് വേവ് നേച്ചർ ആയിട്ടാണ് പോകുന്നത്. പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതേപോലെ വേവ് നേച്ചറും ഉണ്ട്. ഇങ്ങനെ അതൊരു വേവ് ആയിട്ട് ആണ് പോകുന്നത്. ഇലക്ട്രോൺ ഇസ് പ്രൊപ്പഗേറ്റഡ് ആസ് എ വേവ്. ഇലക്ട്രോൺ ഒരു വേവ് ആയിട്ടാണ്, തരംഗമായിട്ടാണ് പോകുന്നത്. അതായത് ഇങ്ങനെ ഒരു വേവ് ആയിട്ടാണ് ഇലക്ട്രോണിന്റെ സഞ്ചാരമുള്ളത് എന്നാണ് ആര് പറയുന്നത്? നമ്മളെ ഡി ബ്രോഗ്ലി പറയുന്നത്. അദ്ദേഹം അത് പറയുക മാത്രമല്ല, അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വേവിന്റെ, അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോൺ വേവിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിന്റെ ഒരു വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൂടി ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ഡി ബ്രോഗ്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവരുന്നത് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേവ് ലെങ്ത് ഓഫ്, ശ്രദ്ധിക്കുക, വേവ് ലെങ്ത് ഓഫ്, വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒറ്റ വേർഡാണ്. ക്ലിയർ? സോ വേവ് ലെങ്ത് ഓഫ്, ശ്രദ്ധിക്കുക, വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓഫ് ദിസ് പാർട്ടിക്കിൾ. ഈ വേവിന്റെ വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് അദ്ദേഹം ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തത് എന്താന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ പ്രകാരം, ഐൻസ്റ്റീന്റെ അഭിപ്രായ പ്രകാരം E ഈക്വൽ ടു എന്താണ്? എനർജി എന്ന് പറയുന്നത് എന്താണ്? mc² ആണ്. E ഈക്വൽ ടു mc². അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി സിദ്ധാന്തം പ്രകാരം E ഈക്വൽ ടു mc² ആണ്. അതേപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ പ്ലാങ്ക് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദി മാക്സ് പ്ലാങ്ക്, ശ്രദ്ധിക്കുക, അക്കോർഡിംഗ് ടു മാക്സ് പ്ലാങ്കിന്റെ അഭിപ്രായ പ്രകാരം എനർജി E ഈക്വൽ ടു എന്താണ്? hν ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്ക്, ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണ്. ഓക്കെ, അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും എനർജി ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആകുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ പ്രകാരം എന്ത് കൊടുക്കാം? ഇക്വേഷൻ പ്രകാരം mc² ഈക്വൽ ടു എന്ത് കൊടുക്കാം? hν എന്ന് കൊടുക്കാം. mc² ഈക്വൽ ടു hν എന്ന് കൊടുക്കാം. കാരണം എന്താ? E എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഈക്വൽ ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആകുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ mc² ഈക്വൽ ടു hν എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ് നമ്മൾ. അതിന്റെ മുമ്പായിട്ട് നമ്മൾ ന്യൂ ഈക്വൽ ടു c/λ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ്. അത് എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ബൈ വേവ് ലെങ്ത് ചെയ്താൽ മതി. ഓക്കെ, c/λ. ഓക്കെ, അപ്പൊ ന്യൂക്ക് പോലെ നമ്മൾ c/λ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ ഇക്വേഷൻ ബിക്കം mc² ഈക്വൽ ടു hc/λ. ഓക്കെ, കാരണം ഈ ന്യൂക്ക് പോലെ നമ്മൾ എന്ത് കൊടുത്തു? c/λ എന്ന് കൊടുത്തു. സോ mc² ഈക്വൽ ടു hc/λ എന്ന് വരും. ഈ എച്ചിനെയും സിനെയും നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്ത് മാത്രം ഉണ്ടാവുക? ഈ എച്ചിനെയും സിനെയും നമ്മൾ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരാണെങ്കിൽ, ഇത് ന്യൂമറേറ്ററിലാണ്, അതെങ്കിൽ മുകളിലാണെങ്കിൽ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താവും? താഴെയായി മാറും. സോ ദ ഇക്വേഷൻ ബിക്കം എങ്ങനെ വരും? mc² ഈക്വൽ ടു mc² ഡിവൈഡഡ് ബൈ hc ഈക്വൽ ടു, ഇവിടുന്ന് hc പോയി കഴിഞ്ഞാൽ ബാക്കി 1 മാത്രമേ ഉണ്ടാവൂ, 1/λ എന്ന് വരും. റെഡി? 1/λ എന്ന് വരും. സോ അതിൽ നമ്മൾ ഇവിടെ ഉള്ളൊരു c ഉണ്ട്, ഇവിടെ ഒരു c² ഉണ്ട്, അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. സോ വി ഗെറ്റ് എന്താ കിട്ടുക? 1/λ c/h എന്ന് വരും. mc/h എന്ന് വരും. അതല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു എന്ത് വരും? വാട്ട് ഈസ് ലാംഡ? ലാംഡ ഈക്വൽ ടു, ഇത് 1/λ ആണ്. അപ്പൊ തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? h/mc എന്ന് വരും. അല്ലെ? c എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. അപ്പൊ ഞാനത് mv ആക്കി എഴുതി. c എന്ന് പറയുന്നത് കൊടുത്താല് ശ്രദ്ധിക്കുക, mvക്ക് പകരം നമ്മൾ p എന്ന് കൊടുത്താൽ, mvക്ക് പകരം നമ്മൾ p എന്ന് കൊടുത്താൽ വി ഗെറ്റ് ലാംഡ ഈക്വൽ ടു h/p എന്ന് വരും. ലാംഡ ഈക്വൽ ടു h/p എന്ന് വരും. സോ വാട്ട് ഈസ് h? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വാട്ട് ഈസ് p? p എന്ന് പറയുന്നത് മൊമെന്റം. ഓക്കെ, p എന്ന് പറയുന്നത് എന്താണ്? p എന്ന് പറയുന്നത് മൊമെന്റം. റൈറ്റ്? മൊമെന്റം ആണ്. സോ അപ്പോൾ ഇതാണ് നമ്മളെ ഇക്വേഷൻ. ആൻഡ് ദിസ് വേവ് ലെങ്ത് ഈസ് നോൺ ആസ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഈ ലാംഡ അറിയപ്പെടുന്ന പേരാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ദിസ് ലാംഡ ഈസ് നോൺ ആസ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്.
വേവ് ലെങ്ത് എന്ന് നമ്മൾ പറയും. വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയും. സോ അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്തിരിക്കണം, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ വി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നിങ്ങൾ ഓർത്തിരിക്കട്ടോ. എച്ച് ന്യൂ എന്ന് പറയുന്ന മാക്സ് പ്ലാങ്കിന്റെ ഇക്വേഷൻ കൊടുത്തു. എന്നിട്ട് എന്തായി, അതിനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആണല്ലോ. അപ്പോൾ രണ്ടു സൈഡ് ആണെങ്കിൽ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആയിരിക്കുമല്ലോ. സോ എം സി സ്ക്വയർ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് വരും. എച്ച് ന്യൂക്ക് പകരം സി ബൈ ലാംഡ എന്ന് കൊടുത്തു. റെഡി. സിക്ക് പകരം ന്യൂക്ക് പകരം സി ബൈ ലാംഡ എന്ന് കൊടുത്തു. അത് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. എച്ചിനെയും സീനെയും ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എം സി സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് സി കൊണ്ടുവന്നു ഈക്വൽ ടു 1 ബൈ ലാംഡ. സിയും സി സ്ക്വയറും ക്യാൻസൽ ചെയ്തു. സോ 1 ബൈ ലാംഡ ഈക്വൽ ടു എം സി ബൈ എച്ച് ആണ്. സി ഈക്വൽ ടു ന്യൂ തന്നെയാണ്. സി ഈക്വൽ ടു വി വെലോസിറ്റി ആണ്. റെഡി. സോ നമ്മളതിനെ തിരിച്ചെഴുതി. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി എന്നാണ്. അല്ലെങ്കിൽ എം വി എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്, മാസിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. സോ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ ബി. സോ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇതിനെയാണ് നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ നമ്മളെ പ്രോബ്ലത്തിനകത്തേക്ക് വരാം. ഓക്കെ, എന്താണ് നമ്മൾ പ്രോബ്ലം പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഇതാണ് നമ്മളെ പ്രോബ്ലം. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററുമായി ബന്ധപ്പെട്ട 2017 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. സോ എന്താണ് ഇതിൽ പറയുന്നത്? ഇതിൽ പറയുന്ന പ്രോബ്ലം എന്താണെന്നുള്ള കാര്യം നോക്കി. ഒരു ഫോട്ടോണിന് വേവ് ലെങ്ത് എത്ര ഉണ്ട്? വേവ് ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 3.5 ആങ്സ്ട്രോം തന്നിട്ടുണ്ട്. സോ ലാംഡ എന്ന് പറയുന്നത് ഗിവൺ ആണ്. ലാംഡ എന്ന് പറയുന്നത് ഗിവൺ ആണ്. 3.5 ആങ്സ്ട്രോങ് ആണ് ഇവിടുത്തെ ലാംഡയുടെ വാല്യൂ. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് ഇറ്റ്സ് മാസ്. അപ്പൊ അതിന്റെ മാസ് കണ്ടുപിടിക്കണം. അതിന്റെ മാസ് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? എച്ച് അവിടെ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ. എത്രയാണ് എച്ച്? 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ തന്നിട്ടുള്ളത്? വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് തന്നിട്ടുണ്ട്. അതായത് വി തന്നിട്ടുണ്ട്. എത്രയാണ് വി? 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഏത് ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ? ക്ലിയർ. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം ബി എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മാസിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ലാംഡയെ അങ്ങോട്ട് കൊണ്ടുവരും. സോ ദ ഇക്വേഷൻ ബിക്കം മാസ് ഓഫ് ദ ഫോട്ടോൺ ഈക്വൽ ടു എച്ച് ബൈ ലാംഡ വി എന്നാണ് വരിക. എച്ച് ബൈ ലാംഡ വി. ഓക്കെ, ക്ലിയർ ആണല്ലോ. എച്ച് ബൈ ലാംഡ വി എന്നാണ് വരിക. സോ അപ്പൊ നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. റൈറ്റ്, നമ്മളിവിടെ അത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? മാസ് ഓഫ് ദ ഫോട്ടോൺ ഈക്വൽ ടു എച്ചിന്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ ലാംഡയുടെ വാല്യൂ 3.5 ആങ്സ്ട്രോങ് ആണ്. ഇൻറ്റു 10⁻10 ആയിരിക്കും വരിക. ഓക്കെ, ആങ്സ്ട്രോങ് എന്ന് നമ്മൾ മീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 10⁻10 എന്ന് അതിന്റെ ആൻസർ വരും. അല്ലെങ്കിൽ 10⁻10 എന്ന് അതിന്റെ കൂടെ നമ്മൾ എഴുതണം. കാരണം ആങ്സ്ട്രോങ് ആണ്. അതിനെ നമ്മളിലേക്ക് മാറ്റണം. ഇതിലേക്ക് മാറ്റണം, മീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, ദെൻ അതിനുശേഷം ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വെലോസിറ്റിന്റെ വാല്യൂ കൊടുക്കാൻ പോവാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി? 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ദ ആൻസർ വിൽ ബി, ആൻസർ കിട്ടുന്നത് 6.31 ഇൻറ്റു 10⁻33 കിലോഗ്രാം. സോ ദാറ്റ് ഈസ് ദ മാസ് ഓഫ് ഫോട്ടോൺ. 6.31 ഇൻറ്റു 10⁻33 കിലോഗ്രാം ആണ്. ഇനി ഗ്രാമിലാണെങ്കിൽ എന്ത് ചെയ്യും? 1000 കൊണ്ട് നിങ്ങൾ ഗുണിച്ചാൽ മതി. സോ വി ഗെറ്റ് 6. ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ 6.31 ഇൻറ്റു 10⁻30 ഗ്രാം. ക്ലിയർ അല്ലേ? സോ അപ്പോൾ ഇതാണ് ഇതിന്റെ വാല്യൂ വരിക. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി. അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. റെഡിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. സി ക്വസ്റ്റ്യൻ ഇതാണ്. സി എ ഫോട്ടോൺ ഹാസ് എ മാസ് ഓഫ് 8.6 into 10 raised to minus 30 kilogram and calculate its wavelength. Okay, calculate its wavelength. അതിന്റെ wavelength എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ഗിവൻ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ വന്നിട്ടുണ്ട് 2014 ക്വസ്റ്റ്യൻ ആണ്, 2014 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. സോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലേക്ക് പോവാം. നോക്കൂ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്താണ്? ലാംഡ സോറി നോട്ട് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? ലാംഡ ഈക്വൽ ടു h/mv ആണ്. ലാംഡ ഈക്വൽ ടു h/mv. ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ് ദ വേവ്ലെങ്ത്, അതായത് ലാംഡനെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നമുക്ക് നേരത്തെ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. സോ ലാംഡ ഈക്വൽ ടു എന്ത് വരും? h/mv എന്ന് വരും അല്ലേ? സോ അപ്പോൾ ലാംഡ ഈക്വൽ ടു നമ്മൾ നേരെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. 6 ലാംഡയുടെ വാല്യൂ സോറി എച്ചിന്റെ വാല്യൂ 6.626 into 10 raised to minus 34 ജൂൾ ആണ്. ഡിവൈഡഡ് ബൈ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 8.6 into 10 raised to minus 30 ആണ്. ഇൻറ്റു വെലോസിറ്റിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 3 into 10 raised to 8 meter per second ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ എന്താണ് നമ്മുടെ കാൽക്കുലേറ്ററിൽ, സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ഇത് അടിച്ചു കൊടുത്താൽ അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അപ്പോൾ നമുക്ക് 2014 2017 ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? അപ്പോൾ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഓക്കെ, നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, 2019 ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാതിരുന്നത്. ഓക്കെ, സോ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ 2019 ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ദ മിനിമം വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് uncertainty in position and momentum of a microscopic particles is equal to. ഓക്കെ, അത് എത്രയാണെന്ന് ചോദിച്ചത്. അതായത് ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ മിനിമം അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെന്റത്തിന്റെ പ്രൊഡക്റ്റ് എത്രയാന്നുള്ള കാര്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള കാര്യം ആദ്യം നമുക്ക് അറിയണം. അപ്പോൾ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. പ്രിൻസിപ്പിൾ, ഓക്കെ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അത് നിങ്ങൾ കാണാതെ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ് ഈസ് impossible to determine the exact position and momentum of a moving particle simultaneously and precisely. Okay, simultaneously and precisely, and this is what is called the Heisenberg uncertainty principle. It is impossible to determine the exact position and momentum of a moving particle simultaneously and precisely. ഇനി വേണമെങ്കിൽ ലൈക്ക് ഇലക്ട്രോൺ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇലക്ട്രോണിനെ പോലെയുള്ള വളരെ ചെറിയ പാർട്ടിക്കിൾസിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ സൈമിൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുന്നത്,
എന്താണ് അതിനർത്ഥം? നമുക്ക് ഒരിക്കലും ഇംപോസിബിൾ ടു ഡിറ്റർമൈൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്താണ് കണ്ടുപിടിക്കാൻ കഴിയാത്തത്? ദ എക്സാക്ട് പൊസിഷൻ, അതിന്റെ യഥാർത്ഥത്തിലുള്ള പൊസിഷൻ, ആൻഡ് മൊമെന്റം, അതിന്റെ മൊമെന്റം, പൊസിഷനും മൊമെന്റവും ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ സൈമൾട്ടേനിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റവും പൊസിഷനും ഒരേ സമയം വളരെ കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇംപോസിബിൾ ഡിറ്റർമൈൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ simultaneously and precisely like electron. ഓക്കെ, ഇതാണ് നമ്മളെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഫാന് കറങ്ങുന്നതായിട്ട് ആലോചിക്കുക. ഓക്കെ, ഫാന് കറങ്ങുന്നു, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ കറങ്ങുന്ന സമയത്ത് അതിന്റെ ലീഫിന്റെ പൊസിഷനും മൊമെന്റവും അതിങ്ങനെ സ്പീഡിൽ കറങ്ങി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അതിന്റെ ലീഫിന്റെ പൊസിഷനും അതുണ്ടാക്കുന്ന മൊമെന്റവും നമുക്ക് ഒരേപോലെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഓക്കെ, എന്നാണ് അവിടെ പറയുന്നത്. റെഡി? ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. ഫാനിന്റെ കേസ് ഇലക്ട്രോൺ ആകുമ്പോൾ എസ്പെഷ്യലി അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇലക്ട്രോൺ പോലത്തെ മൈന്യൂട്ട് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസിൻ്റെതാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കുറച്ചുകൂടി വലിയ പാർട്ടിക്കിൾ ആണെങ്കിൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയൊരു എററൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നാൽ വളരെ ചെറിയ പാർട്ടിക്കിളായ ഇലക്ട്രോൺ പോലെയുള്ള വളരെ ചെറിയ പാർട്ടിക്കിൾസിന്റെ പൊസിഷനും മൊമെന്റവും ഒരേ സമയം കണ്ടുപിടിക്കാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് ഹൈസൻബർഗ് കണ്ടുപിടിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, വേറൊരു കാര്യം ഇമാജിൻ ചെയ്യാം. അതായത് ഒരാളിങ്ങനെ നിൽക്കുന്നു വിചാരിക്കുക, അയാളെ തലക്ക് ചുറ്റും ഇങ്ങനെ ഒരു ഈച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. ഫുൾ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ പൊസിഷനും മൊമെന്റവും നമുക്ക് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഏതുപോലെ? ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ, ഇലക്ട്രോൺ നടുവിൽ ന്യൂക്ലിയസ് ആണ്, ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ ആ ഇലക്ട്രോണിന്റെ പൊസിഷനും മൊമെന്റവും ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും, അൺസർട്ടനിറ്റി ഉണ്ടാകും. ഓക്കെ, ആ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെന്റം ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓഫ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓർ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഓഫ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സോ അതിന്റെ എക്സ്പ്രഷൻ ഏതാണ്? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് ഡെൽറ്റ പി എന്ന് പറയുന്നതാണ് അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം. ഇത് രണ്ടിന്റെയും ഒരേ സമയം കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് is greater than or equal to h by 4 pi, is greater than or equal to h by 4 pi. So that is the mathematical expression of Heisenberg uncertainty principle. This is the mathematical expression of Heisenberg uncertainty principle എന്ന് പറയുന്നത്. ഇതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. Is it clear? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? നമുക്കറിയാം മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കറങ്ങുമ്പോൾ അയാളുടെ മാസിൽ എന്തുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ അയാളുടെ വെലോസിറ്റിയിൽ വേണമെങ്കിൽ വ്യത്യാസം വരാം. അപ്പൊ ഡെൽറ്റ പി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? എം ഡെൽറ്റ വി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ദ ഇക്വേഷൻ ബിക്കം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4 പൈ എന്ന് എഴുതാം. സോ ദിസ് ഇസ് അനദർ എക്സ്പ്രഷൻ ഓഫ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, എന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതായി നോക്കാം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ പാരാമീറ്റർ എന്ന് നോക്കാം. സി ദ ഫസ്റ്റ് വൺ ഇസ് ഡെൽറ്റ എക്സ്. എന്താണ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ? അൺസർട്ടനിറ്റി ഇൻ പൊസിഷനിൽ ഉണ്ടായ വ്യത്യാസം. എക്സാക്ട് അല്ല, അവിടെ എത്ര വ്യതിയാനം വന്നു അത്. ദെൻ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ്? uncertainty in momentum. ഓക്കെ, ദെൻ എം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി അഥവാ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ സോറി ഇവിടെ ഇക്വേഷൻ മാറ്റിയിട്ടില്ല അല്ലെ. ഇവിടെ നമ്മൾ ഇക്വേഷൻ മാറ്റണം അല്ലെ. എന്താണ് കൊടുക്കേണ്ടത്? ഡെൽറ്റ പിക്ക് പകരം എം ഡെൽറ്റ വി എന്ന് കൊടുക്കണം. സോ എം ഡെൽറ്റ വി. ഓക്കെ, എം ഡെൽറ്റ വി എന്ന് നമ്മൾ കൊടുക്കുന്നു. എം ഡെൽറ്റ വി. സോ എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്. ദെൻ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ എച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ? വാട്ട് ഈസ് എച്ച്? എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്.
അപ്പോൾ എല്ലാ ടേമുകളും നമുക്കായി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും നമ്മളോട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോറി, ഇതാണ് നമ്മുടെ തിയറി പാർട്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്ലിയർ ആണല്ലോ? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷന് അതിനകത്തുള്ള ഓരോ ടേമുകൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി. ഈ ഇക്വേഷനും ഈ എന്താണ് പ്രിൻസിപ്പിളും കാണാതെ അങ്ങോട്ട് പഠിക്കുക. നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും, നോ ഡൗട്ട്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ മിനിമം വാല്യൂ ഫോർ ദ പ്രൊഡക്റ്റ് ഓഫ് uncertainty in position and momentum of a moving particle എന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലേ? നോക്കൂ, the minimum value for the product of uncertainty in position and uncertainty in momentum of a microscopic particle is equal to. അപ്പോൾ ഇക്വേഷൻ എന്താ? മിനിമം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സിന്റെയും ഡെൽറ്റ പിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π അല്ലേ? അപ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൂടുതലാവാവുന്നതാണ്, അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് വെച്ചാൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഏറ്റവും ചെറുത് ഈക്വൽ ടു h/4π ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ മൊമെന്റം. അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഏറ്റവും മിനിമം വാല്യൂ വെച്ച്, മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഈക്വൽ ടു ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും h/4πക്ക്. h/4πക്ക് ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ h/4πക്ക് ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അപ്പൊ ഏറ്റവും ചെറുത് ഏതായിരിക്കും? h/4π. ഓക്കെ, ഒന്നുകിൽ ഈക്വൽ, h/4πക്ക് ഈക്വൽ, അല്ലെങ്കിൽ h/4πക്ക് അതിനേക്കാൾ കൂടുതൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അപ്പൊ ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും മിനിമം ഏതാണ്? h/4π. സോ ദ ആൻസർ വിൽ ബി, ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷന്റെയും അൺസർട്ടൈനിറ്റി ഇൻ മൊമെന്റത്തിന്റെയും ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? h/4π ആണ്. h/4π ആണ്. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു h/4π. സോ ദിസ് ഇസ് ദി ആൻസർ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് give the mathematical representation of Heisenberg uncertainty principle and its one important significance. Okay, and its one important significance. അപ്പോൾ mathematical representation of Heisenberg uncertainty principle പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? രണ്ട് രീതിയിൽ എഴുതാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി is greater than or equal to h/4π എന്ന് എഴുതാം. അതല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്ന് എഴുതാം. h/4π. ഓക്കെ, സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ഫ്രം 2018. 2018 ചോദിച്ചു, 2019 ചോദിച്ചു. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ദിസ് ഇസ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഒന്ന്, ഇതിന്റെ പൊസിഷനും മൊമെന്റവും ഒരേ സമയം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ആര് പറയുന്നത്? നമ്മളെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാവും. സോ ദ ഇലക്ട്രോണിന്റെ കേസാണ് ഇത് പറയുന്നത്. ഇലക്ട്രോൺ ഹാവ് പെർട്ടിക്കുലർ പൊസിഷൻ. ഇലക്ട്രോൺസിന് ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഇൻഡിക്കേറ്റ് the orbitals. It indicate the orbital. അതായത് ഓർബിറ്റൽസിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരമാണ്. ഇതിനൊരു to calculate the uncertainty in position and momentum എന്ന് വെച്ചാൽ എന്താണ് അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെന്റം എന്ന് വെച്ചാൽ എന്താണ്? പൊസിഷനിലും മൊമെന്റത്തിലുള്ള അൺസർട്ടൈനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഗിവ് ദ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഹൈസൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് ഗിവ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മളിവിടെ കാണിച്ചു. ദെൻ അതിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞു. അത് ഇലക്ട്രോണിന് പ്രത്യേക ഒരു പാത്ത് ഉണ്ട്. അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു പുതിയ ടേമിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്തേക്കുള്ള ഒരു എൻട്രി തന്നത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ദെൻ ടു കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെന്റം, പൊസിഷനിലും മൊമെന്റത്തിലുള്ള അൺസർട്ടനിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ അടുത്ത ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം നമ്മൾ എന്തെത്തിയിട്ടുള്ളൂ, ഷെല്ലിൽ എത്തിയിട്ടുള്ളൂ. ഇനി അടുത്ത ആറ്റം മോഡലിലേക്ക് പോകുമ്പോൾ, അതായത് അടുത്ത ആറ്റം മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. അതിനകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓർബിറ്റൽ കൂടി ഉണ്ട്. ഓർബിറ്റ് ഷെല്ല് മാത്രമല്ല, സബ്ഷെൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി വരും. ആ സബ്ഷെല്ലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അതെന്താ സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺ കാണുന്ന പൊസിഷനാണ്, ഇലക്ട്രോണുകളെ കാണപ്പെടുന്ന പൊസിഷനാണ്. ഓക്കെ, ആ ഒരു പൊസിഷനെ കുറിച്ചിട്ടുള്ള, ഇലക്ട്രോണിൽ സഞ്ചരിക്കുന്ന, ഇലക്ട്രോൺ കാണപ്പെടുന്ന ആ ഒരു പൊസിഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും കൂടി തന്നത് ആരാണ്? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. റെഡി. അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തീർന്നു കഴിഞ്ഞു. ദെൻ ഇതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഡി. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാണുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനൊന്നും കൂടി ഇതാക്കി തരാം, സൂം ചെയ്ത് തരാം, ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. An electron. This is the question from 2016. ഇത് 2016 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 16, 17, 18, 19 ഈ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, ആൻ ഇലക്ട്രോൺ ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി? 2.5 × 10⁻⁶ m/s ആണ്. ആൻഡ് ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ ഇറ്റ്സ് വെലോസിറ്റി ഈസ് 0.1% ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. ഓക്കെ, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എന്താണ്? കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം തന്നിട്ടുണ്ട്. is greater than or equal to h/4π ആണ്. റെഡി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അൺസർട്ടനിറ്റി ഇൻ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഡെൽറ്റ പി നമ്മളിവിടെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല, കാരണം ഇവിടെ മാസ്, വെലോസിറ്റിയും മാസൊക്കെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രോൺ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെൽറ്റ പി ഈക്വൽ ടു എന്താണ്? എം ഡെൽറ്റ വി ആണ്. ആ ഇക്വേഷൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അതിൽ മാസ് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് അറിയാലോ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മാസ് ഓഫ് ദി ഇലക്ട്രോൺ കൂടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എത്രയാണ്? 9.1 × 10⁻³ കിലോഗ്രാമാണ്. 9.1 × 10⁻³ കിലോഗ്രാമാണ്. ദെൻ ഡെൽറ്റ വി എത്രയാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. വെലോസിറ്റി തന്നിട്ടുണ്ട് 2.5 × 10⁻⁶ 0.1% ആണ് അൺസർട്ടൻ. അതായത് വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 2.5 × 10⁻⁶ ആണ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് അതിന്റെ 0.1% ആണ് അതിലുള്ള അൺസർട്ടനിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, വെലോസിറ്റി നേരിട്ട് ഇവിടെ ഡെൽറ്റ വിന്റെ വാല്യൂ ഇത് കൊടുക്കാൻ പറ്റൂല. കാരണം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡെൽറ്റ വി, ഇവിടെ തന്നിട്ടുള്ളത് വി ആണ്. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? വി ആണ്. വെലോസിറ്റി ആണ് ഇവിടെ തന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ഡെൽറ്റ വി ആണ്. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ, അത് ഡയറക്റ്റോട് തന്നിട്ടില്ല. പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ ഇറ്റ്സ് വെലോസിറ്റി ഈസ് 0.1% എന്ന് തന്നിട്ടുണ്ട്. അതിനർത്ഥം ഡെൽറ്റ വി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി എത്രയാണോ 2.5 × 10⁻⁶ ആണ്, അതിന്റെ 0.1%. 0.1% എന്ന് പറഞ്ഞാൽ 0.1 ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, 0.1 ഡിവൈഡഡ് ബൈ 100 ആണ്. കാരണം എന്താ? 1% എന്ന് പറഞ്ഞാൽ 100ൽ 1 എന്നാണ്. 0.1% എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ? 100ൽ 0.1% എന്നാണ്. സോ 0.1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/10 എഴുതാം. 0.1 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 0.1 = 1/10 എഴുതാം. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? ഡെൽറ്റ വി ഈക്വൽ ടു 2.5 × 10⁻⁶ ഡിവൈഡഡ് ബൈ എന്താവും? 1000 ആവും. ഡിവൈഡ് ബൈ 1000 ആവും. ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ into 10⁻³ ആണ്. സോ ഡെൽറ്റ വി ഈക്വൽ ടു 2.5 × 10⁻⁶ × 10⁻³ ആണ്. സോ 10⁻⁶ ഉം 10⁻³ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ സോറി, ബാക്കി എന്തുണ്ടാവും? ഡെൽറ്റ വി, ശ്രദ്ധിക്കുക, ഡെൽറ്റ വി ഈക്വൽ ടു 2.5 × 10⁻³ എന്നുണ്ടാവും. 10⁻³. സോ ദിസ് ഇസ് ദി അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. ഇപ്പൊ നമുക്ക് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആയിട്ടുള്ളൂ കേട്ടോ.
അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ മാസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ മാസ് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ ഡെൽറ്റ പിക്ക് പകരം എഴുതാൻ പറ്റുക. എം ഡെൽറ്റ വി എന്ന് എഴുതുമ്പോൾ ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്, എം ഇൻറ്റു ഡെൽറ്റ വി ആണ്. മാസ് എഴുതി അതിൻ്റെ കൂടെ നമ്മൾ ഡെൽറ്റ വി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ആദ്യം എഴുതാം. ഡെൽറ്റ പി ഈക്വൽ ടു എച്ച് ബൈ 4π. ഈ ഡെൽറ്റ പി അപ്പുറത്ത് പോകുമ്പോൾ ഇത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ്. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. സോ ഇൻറ്റു ഡെൽറ്റ പി എന്നാവും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ച് ബൈ, നമ്മുടെ ഇക്വേഷൻ എന്താ, ഡെൽറ്റ പി അല്ല, ഡെൽറ്റ പിക്ക് വരെ നമ്മൾ എം ഡെൽറ്റ വി കൊടുക്കണം. എന്തുകൊണ്ട് എം ഡെൽറ്റ വി കൊടുത്തത്, നമുക്കിവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് അതാണ്. ഇപ്പോൾ മൊമെന്റ് തന്നിട്ടില്ല, മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, അതിലുള്ള അൺസർട്ടനിറ്റി തന്നിട്ടുണ്ട്. സോ എച്ച് ബൈ എം ഡെൽറ്റ വി, ഡെൽറ്റ പിക്ക് വരെ നമ്മൾ എം ഡെൽറ്റ വി കൊടുക്കുന്നു ഇൻറ്റു 4π എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മളെ ഇക്വേഷൻ എങ്ങനെ വരും, ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 divided by mass of the electron 9.1 into 10⁻⁻34, sorry, -31, mass of the electron minus 31, 10⁻⁻31 into m delta വിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചു, 2.1 into 10⁻³ ആണ്. 10⁻6.1% എന്തുണ്ടെന്ന് പറഞ്ഞു, അൺസർട്ടനിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ അൺസർട്ടനിറ്റി ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്, 2.1 into 10⁻³ ആണ്. ഓക്കെ, 2.5 into 10⁻³ ആണ് വരിക. ഓക്കെ, ഇൻറ്റു ഇപ്പോൾ ഡെൽറ്റ വി ആയി, then into 4 into 3.14π വാല്യൂ. ഓക്കെ, സോ അപ്പോൾ ഇത്രയും വാല്യൂ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ. അതായത് ഒന്ന്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡയറക്റ്റ് എന്താ ചോദിച്ചിട്ടുണ്ട്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഓഫ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് അൺസർട്ടനിറ്റി ഇൻ മൊമെന്റത്തിന്റെ മിനിമം വാല്യൂ എത്രയാണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ അതിൽ ഡെൽറ്റ നോക്കി 2013 14 അൺസർട്ടനിറ്റി ഇൻ മൊമെന്റ് അങ്ങനെ പല ടേമുകളും ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെന്റ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പൽ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ദ ഫസ്റ്റ് വൺ ഈസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഒന്നാമത്തെ എന്തായിരുന്നു, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, അതായത് മാറ്ററിന് 2 സ്വഭാവമുണ്ട്. അതിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ച ഇക്വേഷൻ ആണ് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി എന്ന് പറയുന്ന ഇക്വേഷൻ, ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഈ ലാംഡ അറിയപ്പെടുന്ന പേരാണ് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് എന്ന് പറയും, അല്ലെങ്കിൽ എച്ച് ബൈ പി എന്ന് കൊടുക്കാം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, അൺസർട്ടനിറ്റി, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമൈൻ the exact position and momentum of a moving particle simultaneously and precisely like electron. Okay, in the mathematical expression marakanda, this is the mathematical expression of Heisenberg uncertainty principle. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ് സൺഡേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പങ്കെടുക്കുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ